അങ്ങനെ അവർ രണ്ടുപേരെയും കൂട്ടി ആ മന്ത്രവാദിനിയുടെ അടുത്തേക്ക് ചെന്നു. രക്ഷപ്പെടാനായി ഒരുപാട് അവർ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ആദ്യം സൗമ്യമായിട്ട് ആ മാന്ത്രിക ദണ്ട് ചോദിച്ചപ്പോ ആ കുട്ടി കൊടുക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് അവർക്ക് ദേഷ്യം വന്നു. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എന്തെങ്കിലും ആക്കാതെ പറ്റില്ല. ഇവിടെ ആ കുട്ടിയെ ഒരു ഡാൻസിങ് ഡോളാക്കി മാറ്റുന്നു. മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് ആ കുട്ടിക്കാണെങ്കിൽ ഡാൻസ് നിർത്താനേ പറ്റുന്നില്ല. വീണ്ടും വീണ്ടും കളിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് കണ്ടപ്പോ ഇവന് വല്ലാത്ത വിഷമമായി. നീ പേടിക്കണ്ട, നിന്റെ വിഷമം ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് ആ മന്ത്രവാദിനി അതേ പവർ ഇവന്റെ മേലെ പ്രയോഗിക്കുന്നു. ആ കുട്ടിയുടെ ഒപ്പം എത്താൻ വേണ്ടി മുട്ടിലിരുന്നാണ് ഇവൻ ഡാൻസ് കളിച്ചത്. പക്ഷെ ആ മന്ത്രവാദിനി വിചാരിക്കുന്ന പോലെ മാന്ത്രിക തണ്ട് അവരുടെ കൈവശം ഇല്ലായിരുന്നു, ഇവന്റെയിലായിരുന്നു. അവ അത് മറ്റവനെ കാണിച്ചിട്ട് ഇതുകൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കാന്നും പറഞ്ഞ് താഴേക്ക് ചാടി. നേരെ അവന്റെ ദേഹത്താണ് വന്ന് വീണത്. പക്ഷെ മറ്റൊരു സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ നൈസായിട്ട് അവൻ ഡീൽ ചെയ്തു. താഴേക്ക് ചാടിയപ്പോ മാന്ത്രിക തണ്ട് അവന്റെ കയ്യിൽ തെറിച്ച് വീണിരുന്നു. അവൾ കാണാതിരിക്കാൻ വേണ്ടി ചവിട്ടി പിടിച്ചെങ്കിലും മന്ത്രവാദിനി ആയോണ്ട് എല്ലായിടത്തും കണ്ണുണ്ട്. നീ അത് തന്നാൽ കൊല്ലാതെ വിടാമെന്ന് പറഞ്ഞപ്പോ അവൻ നിരസിച്ചു. അങ്ങനെ അവന്റെ മേലെ വീണ്ടും അവൾ ശക്തി പ്രയോഗിച്ചു. നേരത്തെ ആ റാണിക്ക് കൊടുത്ത പോലെ അവനെയും ഒരു പടമാക്കി മാറ്റി.